ഒരു ചെറിയ ഗ്രാമത്തിൽ സ്റ്റീഫൻ എന്ന പേരുള്ള ഒരാൾ ജീവിച്ചിരുന്നു. എല്ലാ ദിവസവും രാവിലെ കയ്യിൽ വലിയ 2 കുടങ്ങളുമായി അദ്ദേഹം വെള്ളം കോരുവാനായി പോകും. ഗ്രാമത്തിലുള്ള ഒരു ചെറിയ കിണറിൻ്റെ അടുത്ത് ചെന്ന് തനിക്ക് ആവശ്യമുള്ളത്രയും വെള്ളം ആ കുടങ്ങളിൽ നിറച്ച് തിരികെ വീട്ടിലേക്ക് മടങ്ങി വരും. എന്നാൽ അയാളുടെ കയ്യിലുള്ള 2 കുടങ്ങളിൽ ഒരു കുടത്തിന് ഒരു ചെറിയ വിള്ളൽ ഉണ്ടായിരുന്നു. അതിനാൽ വീട്ടിലെത്തുമ്പോഴേക്കും ഒരു കുടത്തിലെ വെള്ളം പകുതിയായി മാറുമായിരുന്നു. അദ്ദേഹം ആ പതിവ് തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ആ വിള്ളലുള്ള കുടം സ്റ്റീഫനോട് ഇപ്രകാരം ചോദിച്ചു: "എനിക്ക് എൻ്റെ ജോലി ഭംഗിയായി ചെയ്യാൻ കഴിയുന്നില്ല. അതിനാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. എൻ്റെ കൂട്ടുകാരൻ നീ നിറയ്ക്കുന്ന വെള്ളം മുഴുവനും ഈ വീട്ടിൽ കൊണ്ടുവരും. എന്നാൽ ഞാൻ മാത്രം പകുതി വെള്ളമേ കൊണ്ടുവരാറുള്ളൂ. എന്തുകൊണ്ടാണ് ഇത്ര നാളായിട്ടും നീ എന്നെ കളയാതെ സൂക്ഷിക്കുന്നത്?" ഒരു ചെറിയ പുഞ്ചിരിയോടെ സ്റ്റീഫൻ ഇപ്രകാരം പറഞ്ഞു: "നീ നടന്നു വരുന്ന പാത എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ വഴിയരികിൽ മനോഹരമായി നിറഞ്ഞു നിൽക്കുന്ന പൂക്കൾ നീ കണ്ടിട്ടുണ്ടോ? നീ കാരണമാണ് അത്രയും മനോഹരമായ പൂക്കൾ ആ വഴിയിൽ നിറഞ്ഞു നിൽക്കുന്നത്." അത് കേട്ടപ്പോൾ കുടം ആശ്ചര്യത്തോടെ സ്റ്റീഫനെ ഒന്ന് നോക്കി. സ്റ്റീഫൻ വീണ്ടും പറഞ്ഞു തുടങ്ങി: "ആദ്യ നാളുകളിലെ ഞാനത് മനസ്സിലാക്കി. നിന്റെ ഉള്ളിൽ ഒരു വിള്ളലുണ്ടെന്നും ഞാൻ നിറയ്ക്കുന്ന വെള്ളമെല്ലാം വഴിയരികിൽ നഷ്ടമായി പോവുകയാണെന്നും. അതിനാൽ ഞാൻ ആ വഴിയരികിൽ മുഴുവനും ചെറിയ വിത്തുകൾ പാകിയിരുന്നു, മനോഹരമായ പൂക്കളുടെ വിത്തുകൾ. ഓരോ ദിവസവും നീ നൽകുന്ന വെള്ളം കൊണ്ട് ആ വിത്തുകളൊക്കെയും ചെടിയായി മാറി. കാലക്രമേണ അതിനുള്ളിൽ നിന്നും മനോഹരമായ പൂക്കളും വിരിഞ്ഞു തുടങ്ങി. ഒരു പക്ഷേ നീ നിന്നിലേക്ക് നോക്കുമ്പോൾ ഒരു വിള്ളൽ മാത്രമേ കാണൂ. പക്ഷേ നിന്നിലുള്ള ആ വിള്ളലുകൾ കൊണ്ട് ആ വഴിയരികു മുഴുവൻ എത്ര മനോഹരമായ പൂക്കളാലും ചെടികളാലുമാണ് നിറഞ്ഞിരിക്കുന്നത്." സ്റ്റീഫൻ ഉടൻ തന്നെ 2 കുടങ്ങളുമായി വീണ്ടും വെള്ളമെടുക്കുവാനായി പോയി. അന്നാണ് യഥാർത്ഥത്തിൽ ആ 2 കുടങ്ങളും വഴിയരികിലേക്ക് നോക്കിയത്. ശരിയാണ്, വഴിയുടെ ഒരു ഭാഗം നിറയെ പൂക്കൾ. ആ കുടത്തിന് വളരെ സന്തോഷമായി. പ്രിയ കൂട്ടുകാരെ, ഈ കഥ ഓർമ്മിപ്പിക്കുന്ന ചില ആത്മീയ സത്യങ്ങളുണ്ട്. ദൈവം തൻ്റെ പദ്ധതികളുടെ പൂർത്തീകരണത്തിന് വേണ്ടി എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് കുറവുകളുള്ള പാത്രങ്ങളെയാണ്. നമ്മളിലുള്ള ചെറിയ കുറവുകളാണ് മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങളായി നാളെ മാറുന്നത്. എത്ര കുറവുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ കുറവുകളെ മാറ്റി അനുഗ്രഹങ്ങളാക്കി മാറ്റും. മനുഷ്യരുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന തോൽവികൾ ദൈവത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അത് മനോഹരമാണ്. വിള്ളലുകളെ മാറ്റുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൽ വിശ്വസിക്കൂ. ദൈവം നിങ്ങളുടെ കുറവുകളെ നികത്തി മറ്റുള്ളവർക്ക് നന്മ പകരുവാനും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുന്ന പാത്രങ്ങളായി മാറ്റുവാനും ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. ആമേൻ.